നമസ്കാരം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. 3 ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ ഇരു ടീമുകളും ഇപ്പോൾ 1-1 ഒപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ശേഷിക്കുന്ന 2 ടെസ്റ്റുകളുടെ ഫലമാണ് വിജയികളെ തീരുമാനിക്കുക. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 295 റൺസിന് ജയിച്ചപ്പോൾ രണ്ടാം അങ്കത്തിൽ ഓസീസ് 10 വിക്കറ്റിന് കണക്ക് തീർക്കുകയും ചെയ്തു. മഴയിൽ മുങ്ങിയ ഗാബയിലെ 3-ാം ടെസ്റ്റ് സമനിലയിലും കലാശിക്കുകയായിരുന്നു. ഈ മാസം 26 മുതൽ മെൽബണിലാണ് ഇനി 4-ാം അംഗം തുടങ്ങാനിരിക്കുന്നത്. ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തോടെയായിരിക്കും ഈ മത്സരത്തിൽ ഇറങ്ങുക. മാത്രമല്ല, ഈ ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രിസ്മസിന് തൊട്ടടുത്ത ദിവസം, അതായത് ബോക്സിംഗ് ഡേ കളിച്ചിട്ടുള്ള ടെസ്റ്റുകളിലെ ഗംഭീര റെക്കോർഡാണ് 4-ാം ടെസ്റ്റിലും ഇന്ത്യക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യം. കഴിഞ്ഞ 12 വർഷത്തിനിടെ കളിച്ചിട്ടുള്ള ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ പോലും ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഈ റെക്കോർഡ് മെൽബണിലെ 4-ാം അംഗത്തിൽ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കാൻ ഈ കണക്കുകൾ ഇന്ത്യയെ തീർച്ചയായും സഹായിക്കുകയും ചെയ്യും. എന്നാൽ ബോക്സിംഗ് ഡേ ടെസ്റ്റുകളിൽ ഇന്ത്യയുടെ അവിശ്വസനീയ റെക്കോർഡ് ഓസ്ട്രേലിയയെ ആശങ്കയിലാക്കുന്നുണ്ട്. ബ്രിസ്ബേണിലെ ഗാബയിൽ നടന്ന 3-ാം ടെസ്റ്റിൽ നടത്തിയ ഗംഭീര തിരിച്ചുവരവാണ് മെൽബണിൽ ഇന്ത്യയുടെ വിജയസാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം. ഒരു ഘട്ടത്തിൽ തോൽവി ഉറപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ കളിയിലേക്ക് തിരിച്ചെത്തിയത്. സമനിലയിൽ കലാശിച്ച കഴിഞ്ഞ ടെസ്റ്റിന്റെ 3-ാം ദിനം വരെ ഓസ്ട്രേലിയക്കായിരുന്നു ആധിപത്യം. ഇന്നിംഗ്സ് വിജയം തന്നെ അവർ സ്വപ്നം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ 4-ാം ദിനം ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു കണ്ടത്. ഓസീസിന്റെ 1-ാം ഇന്നിംഗ്സ് ടോട്ടലായ 445 റൺസ് പിന്തുടർന്ന ഇന്ത്യ ഒരു ഘട്ടത്തിൽ ഉറപ്പായും ഫോളോ ഓൺ വഴങ്ങുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. ഫോളോ ഓൺ ഒഴിവാക്കാൻ 246 റൺസ് വേണമെന്നിരിക്കെ ഇന്ത്യ 8 വിക്കറ്റിന് 210ലേക്കും 9-ന് 213ലേക്കും വീണിരുന്നു. എന്നാൽ അവസാന വിക്കറ്റിൽ ആകാശ്ദീപിന്റെയും ജസ്പ്രീത് ബുംറയുടെയും പോരാട്ട വീര്യം ടീമിനെ കൈപിടിച്ചുയർത്തുകയായിരുന്നു. ഇതോടെ 260 റൺസ് നേടി ഫോളോ ഓൺ ഇന്ത്യ വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം ബൗളിംഗിലും ഇന്ത്യയുടെ ആധിപത്യമാണ് കണ്ടത്. ഓസീസ് ബാറ്റിംഗ് ലൈനപ്പിനെ ഇന്ത്യ തകർത്തെറിയുകയായിരുന്നു. 7 വിക്കറ്റിന് 89 റൺസിലേക്ക് അവർ കൂപ്പുകുത്തുകയും ചെയ്തു. ടീം ടോട്ടൽ 100 പോലും കടക്കില്ല എന്നിരിക്കെ ഓസീസ് ഇതേ സ്കോറിന് ഡിക്ലയർ ചെയ്യുകയായിരുന്നു. തുടർന്ന് 275 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് ഓസീസ് നൽകിയത്. ഇന്ത്യയെ സംബന്ധിച്ച് അസാധ്യമായ ലക്ഷ്യമായിരുന്നില്ല ഇത്. 2-3 പേർ മികച്ച ഇന്നിംഗ്സുകൾ കളിച്ചാൽ പിന്തുടർന്ന് ജയിക്കാവുന്ന ടോട്ടലായിരുന്നു ഇത്. പക്ഷേ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 8 റൺസിൽ നിൽക്കെ മഴയെത്തുകയും തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയുമായിരുന്നു. പരാജയത്തിന്റെ വക്കിൽ നിന്ന് ഈ തരത്തിലൊരു തിരിച്ചുവരവ് നടത്തിയ ഇന്ത്യ അവിസ്മരണീയ വിജയത്തിനരികെ എത്തുകയായിരുന്നു. ഈ പ്രകടനം 4-ാം ടെസ്റ്റിൽ ടീമിന് വലിയ പ്രചോദനമാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതേ ആത്മവിശ്വാസത്തോടെ മെൽബണിലും കളിക്കാനായാൽ 4-ാം അംഗത്തിൽ ഓസീസിന്റെ കഥ കഴിച്ച പരമ്പരയിൽ 2-1 മുന്നിലെത്താൻ ഇന്ത്യക്ക് സാധിക്കും.